ഹലോ എവ്രി വൺ, വെൽക്കം ടു എൻലേൺ. ഇന്ന് നമ്മൾ ജെനറ്റിക്സിന്റെ മറ്റൊരു ക്ലാസ് ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ജെനറ്റിക്സിൽ കവർ ചെയ്യാൻ പോകുന്നത് സെക്സ് ഡിറ്റർമിനേഷൻ ആൻഡ് സെക്സ് ലിങ്ക്ഡ് ക്യാരക്ടറിസ്റ്റിക്. ഓക്കെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താ, പാരന്റ്സിൽ നിന്നും ജെനറ്റിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഓഫ്സ്പ്രിങ്സിന്റെ ഫോർമേഷനെയാണ് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുമ്പോഴത്തേക്കും പാരന്റ്സിൽ നിന്ന് ജെനറ്റിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിലും രണ്ട് പാരന്റ്സിന്റെയും ജീൻസ് ഈ ഓസ്പ്രിങ്സിനകത്തുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഓസ്പ്രിങ്ങിന്റെ ഫോർമേഷനകത്ത് രണ്ട് പാരന്റ്സും അവരുടെ ജീൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ ജീൻസ് എന്താ, ഡിഫറെന്റ് വേയിൽ അസോർട്ട് ചെയ്തിട്ട് ആണ് പുതിയൊരു ഓസ്പ്രിങ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മിയോസിസിലൂടെ ഇത് ഡിഫറെന്റ് കോമ്പിനേഷൻ ആകുന്നു. അങ്ങനെ കോമ്പിനേഷൻ ആയിട്ട് പാരന്റ്സിൽ നിന്നും ജെനറ്റിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഓഫ്സ്പ്രിങ് ഫോം ചെയ്യുന്നു. ഇതിനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി യൂക്യാരിയോട്സിന്റെ കേസ് നോക്കുവാണെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷനകത്ത് രണ്ട് പ്രോസസ് ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഹാപ്ലോയിഡും ഉണ്ട്, ഡിപ്ലോയിഡും ഉണ്ട്. ഈ ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് കണ്ടീഷന്റെ ഓൾട്ടർനേഷൻ ആണ് ഈ രണ്ട് പ്രോസസ്സ് നടത്തുന്നത്. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഫിഗർ നോക്കിക്കേ. അപ്പൊ രണ്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷനും മിയോസിസും ആണ്. ഇനി ഈ ഫിഗർ നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ഡിപ്ലോയിഡ്, ഇപ്പൊ ഡിപ്ലോയിഡ് ആയിട്ടിരിക്കുന്നത് മിയോസിസ് വഴി ഹാപ്ലോയിഡ് ആയിട്ട് മാറുന്നു. ഓക്കെ, ഡിപ്ലോയിഡ് സൈഗോട്ട് മിയോസിസ് നടക്കുന്നു, ഹാപ്ലോയിഡ് ഗാമേറ്റ് ആയിട്ട് മാറുന്നു. ഇപ്പം പാരന്റിന്റെ കേസ് നോക്കുവാണെങ്കിൽ പാരന്റിന്റെ കേസിൽ ഡിപ്ലോയിഡ് കണ്ടീഷനിലായിരിക്കും ഉള്ളത്. ആ ഡിപ്ലോയിഡ് കണ്ടീഷനിൽ മിയോസിസ് നടന്നിട്ട് അവരുടെ ഉള്ളിൽ ഹാപ്ലോയിഡ്, അതായത് 1n ഗാമേറ്റ് ആയിട്ട് അത് മാറും. രണ്ട് പാരന്റ്സ് തമ്മിൽ ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് ഈ ഹാപ്ലോയിഡ് കണ്ടീഷനിലുള്ള ഗാമേറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് ഡിപ്ലോയിഡ് സൈഗോട്ട് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പം രണ്ട് പ്രോസസ്സ് യൂക്യാരിയോട്സിന്റെ കേസിൽ സെക്ഷൽ റീപ്രൊഡക്ഷനകത്ത് രണ്ട് പ്രോസസ്സ് ഉണ്ട്. അത് ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് കണ്ടീഷൻസിന്റെ ഓൾട്ടർനേഷൻ ആണ്. അപ്പം രണ്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് മിയോസിസും ഫെർട്ടിലൈസേഷനും ആണ്. ഡിപ്ലോയിഡ് കണ്ടീഷനിൽ മിയോസിസ് എന്തോ ചെയ്യുന്നുണ്ട്, ഹാപ്ലോയിഡ് ഗാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹാപ്ലോയിഡ് കണ്ടീഷനിൽ ഫെർട്ടിലൈസേഷൻ ഡിപ്ലോയിഡ് സൈഗോട്ടിനെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് സെക്സ്? ഇപ്പം സെക്ഷൽ ഫീനോടൈപ്പിനെയാണ് നമ്മൾ ജസ്റ്റ് സെക്സ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ മിക്ക ഓർഗാൻസ് നോക്കുമ്പോഴത്തേക്കിനും രണ്ട് സെക്ഷൽ ഫീനോടൈപ്പ് ആണ് ഉള്ളത്, മെയിൽ ആൻഡ് ഫീമെയിൽ. നമ്മൾ ഹ്യൂമൻസിന്റെ കേസിൽ നമുക്കറിയാം മെജോറിറ്റി രണ്ട് ഫീനോടൈപ്സ് ആണ് ഉള്ളത്, മെയിൽ ആൻഡ് ഫീമെയിലും. ഇനി മെയിലും ഫീമെയിലും തമ്മിലുള്ള ഒരു ഫണ്ടമെന്റൽ ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഗ്യാമേറ്റിന്റെ സൈസ് ആണ്. ഓക്കെ, അപ്പം മെയിലിലെ സ്പേമും അത് കണക്ക് തന്നെ ഫീമെയിലിലെ ഓം ഓർ എഗ്. ഇനി ഇവരുടെ ഈ ഗാമേറ്റ്സിന്റെ സൈസ് ആണ് ഫണ്ടമെന്റൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മെയിൽസിന്റെ കേസിൽ എന്താ, അവർ സ്മോൾ ഗാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഫീമെയിൽസിന്റെ കേസിൽ മെയിലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും ലാർജ് ഗാമേറ്റ്സിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈ ബയോളജിക്കൽ സെക്സിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിനെയാണ് നമ്മൾ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബയോളജിക്കൽ സെക്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന മെക്കാനിസത്തിനെയാണ് നമ്മൾ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ എന്താ, സെക്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സെക്ഷൽ ഫീനോടൈപ്പ് ആണെന്ന് പറഞ്ഞു. അപ്പം ജെൻഡർ എന്താണ്? അപ്പം ജെൻഡർ എന്ന് പറയുന്നത് ജെൻഡറും സെക്സും സെയിം അല്ല. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു അനാറ്റമിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ഫീനോടൈപ്പിനെയാണ് ബയോളജിക്കൽ സെക്സ് എന്ന് പറയുന്നത്. ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് അവരുടെ ഒരു ഓർഗാനിസത്തിന്റെ ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറും അവരുടെ കൾച്ചറൽ പ്രാക്ടീസസിന്റെ ഒക്കെ അതിനെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ജെൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ജെൻഡറും സെക്സും സെയിം അല്ല. ജെൻഡർ എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താണ്, നമ്മുടെ ബിഹേവിയറും കൾച്ചറൽ പ്രാക്ടീസസും ഒക്കെയാണ് നമ്മുടെ ജെൻഡറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ബയോളജിക്കൽ സെക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതോ അനാറ്റമിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ഫീനോടൈപ്പ് ആണ് ബയോളജിക്കൽ സെക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി ചില സ്പീഷീസ് നമ്മൾ നോക്കുമ്പോഴത്തേക്കിനും മെയിലും ഫീമെയിലും, അതായത് ബോത്ത് സെക്സസും ഒരു സിംഗിൾ ഓർഗാനിസത്തിനകത്ത് കാണുന്നുണ്ട്. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഹെർമാഫ്രോഡിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മെയിലും
ഫീമെയിലും അല്ലെങ്കിൽ ബോത്ത് സെക്സസും സെയിം ഓർഗാനിസത്തിൽ കാണുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഹെർമാഫ്രോഡിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ മെയിലും ഫീമെയിലും അല്ലെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഒരു ഓർഗാനിസത്തിൽ തന്നെ കാണുന്നുവെങ്കിൽ നമ്മൾ അതിനെ മൊണോഷ്യസ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി എന്താ ഡിഫറെന്റ് ഓർഗാനിസത്തിൽ ഇപ്പൊ ഒരു ഓർഗാനിസം നോക്കുമ്പോൾ ഒന്നുകിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ മാത്രമാണ് കാണുന്നതെങ്കിൽ നമ്മൾ അതിനെ ഡയേഷ്യസ് എന്ന് പറയുന്നു. ഇനി ഹ്യൂമൻസിന്റെ കേസ് നോക്കുവാണെങ്കിൽ ഹ്യൂമൻസ് ഡയേഷ്യസ് ആണ്. ഓക്കെ, അപ്പൊ ഹെർമാഫ്രോഡിസം എന്താണെന്ന് നമ്മൾ നോക്കി, മൊണീഷ്യസ് എന്താണെന്ന് നോക്കി, ഡയേഷ്യസ് എന്താണെന്ന് നോക്കി. ഹ്യൂമൻസ് ഡയേഷ്യസ് ആണ്. ഇനി ഡയേഷ്യസ് സ്പീഷീസിന്റെ കേസിൽ സെക്സ് അല്ലെങ്കിൽ സെക്സ് ഡിറ്റർമിനേഷൻ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ക്രോമസോമലിയും ജനറ്റിക്കലിയും എൻവയോൺമെന്റിലേക്ക് നമുക്ക് അതിനെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് സെക്സ് ക്രോമസോം എന്നും ഓട്ടോസോംസ് എന്നും. ഇനി സ്റ്റീവൻസ് ആൻഡ് വിൽസൺ എന്ന് പറഞ്ഞ രണ്ട് സയന്റിസ്റ്റ് ഇൻസെക്റ്റിന്റെ അകത്ത് അവരുടെ സ്റ്റഡീസ് നടത്തിയപ്പോഴത്തേക്കിനും സെക്സ് എന്ന് പറയുന്നത് കുറെ ഓർഗാനിസത്തിനകത്ത് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഡയേഷ്യസ് സ്പീഷീസിനകത്ത് സെക്സ് ഡിറ്റർമിനേഷൻ നടക്കുന്നത് ക്രോമസോമലി ആകാം, ജനറ്റിക്കലി ആകാം, എൻവയോൺമെന്റലി ആകാം എന്ന് പറഞ്ഞു. ഇനി സ്റ്റീവൻസ് ആൻഡ് വിൽസൺ ഇൻസെക്ട്സിൽ സ്റ്റഡീസ് നടത്തിയപ്പോഴത്തേക്കിനും അവർ കണ്ടുപിടിച്ചു മെനി ഓർഗാനിസത്തിനകത്ത് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് പെയർ ഓഫ് ക്രോമസോം വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം സെക്സ് ഡിറ്റർമിനേഷന് ഹെൽപ്പ് ചെയ്യുന്ന പെയർ ഓഫ് ക്രോമസോംസിനെയാണ് സെക്സ് ക്രോമസോം എന്ന് പറയുന്നത്. ഈ സെക്സ് ക്രോമസോംസ് മെയിലിലും ഫീമെയിലും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, നമുക്കതറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിലിലെയും ഫീമെയിലെയും ഒക്കെ ക്യാരക്ടേഴ്സ് വ്യത്യാസമാണ്. അപ്പൊ അവര് മെയിലെന്നും ഫീമെയിലെന്നും അറിയണമെങ്കിൽ സെക്സ് ക്രോമസോമും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഇനി നോൺ സെക്സ് ക്രോമസോം ഉണ്ട്. നോൺ സെക്സ് ക്രോമസോം എന്ന് പറയുമ്പോഴത്തേക്കിന് അതിനെയാണ് ഓട്ടോസോം എന്ന് പറയുന്നത്. ഇനി മെയിലിലും ഫീമെയിലും നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് ഓട്ടോസോം അല്ലെങ്കിൽ നോൺ സെക്സ് ക്രോമസോംസ് സിമിലർ ആയിരിക്കും. ഓക്കെ, അപ്പം രണ്ട് ടൈപ്പ് ക്രോമസോം ഉണ്ട്, സെക്സ് ക്രോമസോമും ഉണ്ട്, ഓട്ടോസോംസും ഉണ്ട്. സെക്സ് ഡിറ്റർമിനേഷൻ നടത്തുന്ന ക്രോമസോമിനെയാണ് നമ്മൾ സെക്സ് ക്രോമസോം എന്ന് പറയുന്നത്. മെയിലിലും ഫീമെയിലും അത് ഡിഫറെന്റ് ആയിരിക്കും. ഇനി നോൺ സെക്സ് ക്രോമസോമിനെയാണ് നമ്മൾ ഓട്ടോസോം എന്ന് പറയുന്നത്. ഫീമെയിലും മെയിലിലും സെയിം ആയിരിക്കും. ഇനി നമ്മൾ ഹ്യൂമൻസിന്റെ കേസ് നോക്കുവാണെങ്കിൽ എത്ര പേർ ക്രോമസോം ആണ് ഉള്ളത്? 23 പേർ ക്രോമസോം ആണ് ഉള്ളത്. അതായത് 46 ക്രോമസോംസ് ആണ് ഹ്യൂമൻസിനകത്ത് ഉള്ളത്. ഇനി മെയിലിൽ നോക്കുമ്പോഴത്തേക്കിനും 22 പേർ ഓട്ടോസോംസും ഒരു XY ക്രോമസോമും ആണ് ഉള്ളത്. ഫീമെയിലിന്റെ കേസ് നോക്കുമ്പോഴത്തേക്കിനുമോ 22 പേഴ്സ് ഓട്ടോസോമും 1 പെയർ എക്സ് ക്രോമസോമും ആണ് ഉള്ളത്. ഓക്കെ, നമുക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നോക്കിക്കേ, മെയിലിന്റെ കേസിൽ മെയിലിലെ സെക്സ് ക്രോമസോം എന്ന് പറയുന്നത് XY ആണ്. ഗാമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഗാമീറ്റ് എക്സും ഗാമീറ്റ് വൈയും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെയിൽസ് എന്താണ് ഹെറ്ററോജിനസ് ആണ്. ഇനി ഫീമെയിലിന്റെ കേസ് നോക്കുമ്പോഴത്തേക്കിന് 2 എക്സ് ക്രോമസോം ആണുള്ളത്. ഇനി ഗാമേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് 2 എക്സ് ഗാമേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഇനി ഇവർ തമ്മിൽ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോഴത്തേക്കിനും F1 ജനറേഷൻ അല്ലെങ്കിൽ ഫീലിയൽ 1 ജനറേഷൻ നോക്കുമ്പോൾ നമ്മുടെ ഫീമെയിൽ നിന്ന് ഒരൊറ്റ ഗാമേറ്റ്, ഒരു എക്സ് ഗാമേറ്റ് മാത്രമാണ് ഉണ്ടാകുന്നത്, ഒറ്റ ടൈപ്പ് ഗാമേറ്റ് മാത്രമാണ് ഉണ്ടാകുന്നത്. പക്ഷേ മെയിലിന്റെ കേസിൽ മെയിലിൽ നിന്നും 2 ടൈപ്പ് ഗാമേറ്റ് ഉണ്ടാവുന്നുണ്ട്. എക്സ് ഗാമേറ്റും ഉണ്ട്, വൈ ഗാമേറ്റും ഉണ്ട്. അപ്പൊ മെയിലിൽ നിന്നും ഏത് ടൈപ്പ് ഗാമേറ്റ് ആണോ വരുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, മെയിലിൽ നിന്നും എക്സും ഫീമെയിലിൽ നിന്നും എക്സും വന്നു കഴിഞ്ഞാൽ അത് ഫീമെയിൽ ആയിട്ട് മാറുകയും മെയിലിൽ നിന്ന് വൈയും ഫീമെയിൽ നിന്ന് എക്സും വന്നു കഴിഞ്ഞാൽ അത് മെയിൽ ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ കേസ് നോക്കിക്കേ, ഫീമെയിലിൽ നിന്നും എക്സ് ആൻഡ് എക്സ് ഗാമേറ്റ്, മെയിലിൽ നിന്നും എക്സ് ആൻഡ് വൈ ഗാമേറ്റ്സ് ഫോം ചെയ്യുന്നു. ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. 1:1 സെക്സ് റേഷ്യോ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എങ്ങനെയാണ് 1:1 സെക്സ് റേഷ്യോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു സെക്സ്, അതായത് ഡയേഷ്യസ് സ്പീഷീസിനകത്ത്
സെക്സ് ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ക്രോമസോമലി ആകാം, ജനറ്റിക്കലി ആകാം, എൻവയോൺമെന്റലി ആകാം. ഇനി ക്രോമസോമൽ സെക്സ് ഡിറ്റർമൈനിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് XX XO സെക്സ് ഡിറ്റർമിനേഷൻ നോക്കാം. ഓക്കെ, XX XO അല്ലെങ്കിൽ XX X0 സെക്സ് ഡിറ്റർമിനേഷൻസ്. ഇനി ഈ ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ കാണുന്നത് ഗ്രാസ് ഹോപ്പേഴ്സിലൊക്കെയാണ് കേട്ടോ. അപ്പൊ ഗ്രാസ് ഹോപ്പേഴ്സിൽ കാണുന്ന സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം ആണ് XX XO സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ഫീമെയിൽസിന് XX ക്രോമസോമും മെയിൽസിന് X ക്രോമസോം, അതായത് ഒരൊറ്റ X ക്രോമസോം മാത്രമാണ് മെയിലിൽ കാണുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് XO അല്ലെങ്കിൽ X0 എന്ന് പറയുന്നത്? അവിടെ ഒരു O ക്രോമസോം, അങ്ങനെ ഒരു ക്രോമസോം ഒന്നുമില്ല. പക്ഷെ ലെറ്റർ O എന്ന് പറയുന്നത് സെക്സ് ക്രോമസോമിന്റെ ആബ്സെൻസിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം XX XO സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് ഗ്രാസ് ഹോപ്പേഴ്സിലാണ് കാണുന്നത്. ഫീമെയിൽസ് XX ക്രോമസോമും മെയിൽസിനകത്ത് ആകെ ഒരു X ക്രോമസോം മാത്രമേ ഉള്ളൂ. O ക്രോമസോം എന്നത് അവിടെ ഒരു ക്രോമസോം ഇല്ല എന്നതിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഫീമെയിൽസിൽ, അതായത് XX ഉള്ള ഫീമെയിൽസിൽ മിയോസിസ് നടക്കുമ്പോഴത്തേക്കിനും നമ്മുടെ X ക്രോമസോം പെയർ സെപ്പറേറ്റ് ആദ്യം അത് പെയർ ചെയ്യുകയും പിന്നെ സെപ്പറേറ്റ് ആവുകയും എന്നിട്ട് ഓരോ ഹാപ്ലോയിഡ് എഗ്ഗിലോട്ടും ഓരോ X ക്രോമസോം എൻ്റർ ആവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി മെയിലിന്റെ കേസ് നോക്കുമ്പോഴത്തേക്കിനും അവിടെ ആകെ ഒരു X ക്രോമസോം അല്ലേ ഉള്ളൂ. ഓക്കെ, മിയോസിസിന്റെ സമയത്ത് എന്താ, ആ ഒരു X ക്രോമസോം ഒരു, അതായത് ഹാഫ് സ്പേം സെല്ലിനകത്തോട്ട് എൻ്റർ ചെയ്യുന്നുണ്ട്. ബാക്കി ഹാഫ് സ്പേം സെല്ലിനകത്തോ അവർക്ക് സെക്സ് ക്രോമസോം ഒന്നുമില്ല. ഓക്കെ, അപ്പം മെയിൽസിനകത്ത് മിയോസിസ് നടക്കുമ്പോഴത്തേക്കിനും ആകെ ഒരു X ക്രോമസോമേ ഉള്ളൂ. ആ ഒരു X ക്രോമസോമിന്റെ സെഗ്രിഗേഷൻ നടക്കുകയും ആ X ക്രോമസോം ഹാഫ് സ്പേം സെല്ലിനകത്തോട് എൻ്റർ ചെയ്യുകയും ഹാഫ് സ്പേം സെല്ലിന് സെക്സ് ക്രോമസോം കിട്ടത്തുമില്ല. ഓക്കെ, ഇനി ഇവിടെ മെയിൽസ് രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗ്യാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്തില്ലേ? അതായത് X ക്രോമസോം ഉള്ള ഗ്യാമേറ്റും സെക്സ് ക്രോമസോം ഇല്ലാത്ത ഗ്യാമേറ്റിനെയും പ്രൊഡ്യൂസ് ചെയ്തില്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ മെയിൽസ് ആണ് ഹെറ്ററോ ഗ്യാമെറ്റിക് സെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം XX XO സെക്സ് ഡിറ്റർമിനേഷനകത്ത് ഫീമെയിൽസ് എന്താണ്, XX-ഉം മെയിൽസ് XO-യുമാണ്. ഫീമെയിൽസിന്റെ കേസിൽ മിയോസിസ് നടക്കുകയും രണ്ട് ഹാപ്ലോയിഡ് എഗ്സിനകത്തോട്ട് ഈക്വലി ഓരോ X ക്രോമസോം എൻ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ മെയിലിന്റെ കേസിൽ ആകെ ഒരു X ക്രോമസോമേ ഉള്ളൂ. അപ്പൊ ആ X ക്രോമസോം ഹാഫ് സ്പേം സെല്ലിനകത്തോട്ട് കയറുകയും ഹാഫ് സ്പേം സെല്ലിന് സെക്സ് ക്രോമസോം കിട്ടത്തുമില്ല. ഓക്കെ, അതുകൊണ്ട് രണ്ട് ടൈപ്പ് ഗ്യാമറ്റിനെ മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മെയിൽ ഹെറ്ററോ ഗ്യാമറ്റിക് സെക്സ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഫീമെയിലിന്റെ കേസ് നോക്കുമ്പോഴത്തേക്കിനും ഫീമെയിൽസ് നമ്മൾ പറഞ്ഞില്ലേ എന്താണ്, രണ്ടും X ക്രോമസോമിന്, അതിന് മിയോസിസിന്റെ സമയത്ത് അവർ പെയർ ചെയ്യുന്നു, പിന്നെ സെഗ്രിഗേറ്റ് ചെയ്യുന്നു. രണ്ട് ഹാപ്ലോയിഡ് സെല്ല് ഗ്യാമേറ്റിനകത്തായിട്ട് രണ്ട് X ക്രോമസോം കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫീമെയിൽ ഹോമോ ഗ്യാമറ്റിക് സെക്സ് ആണ്. ഓക്കെ, ഇവിടെ ഓർത്ത് വെക്കണം, മെയിൽസ് ഹെറ്ററോ ഗ്യാമറ്റിക് സെക്സും ഫീമെയിൽസ് ഹോമോ ഗ്യാമറ്റിക് സെക്സും ആണ്. XX XOക്ക് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞത് ഗ്രാസ് ഹോപ്പർ ആണ്. ഓക്കെ, ഇനി ഇവിടെയും എന്താണ്, ഒരു ഓർഗാനിസത്തിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് മെയിലിൽ നിന്നും ഏത് ഗ്യാമേറ്റ് ആണോ വന്ന് ഫ്യൂസ് ചെയ്യുന്നത് അതിന്റെ ബേസിലായിരിക്കും. ഓക്കെ, ഇപ്പം എക്സ് ബിയറിംഗ് സ്പേം എക്സ് ബിയറിംഗ് എഗ്ഗുമായിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടത്തുന്നതെങ്കിൽ അവർ XX ഫീമെയിൽ സൈഗോട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം X, അതായത് നമ്മൾ പറഞ്ഞു സെക്സ് ക്രോമസോം ഇല്ലാത്ത ഹാഫ് സ്പേം സെൽ ഉണ്ടെന്നറിയില്ല, അതിനകത്ത് ഏതെങ്കിലും സ്പേം സെല്ല് X ഗ്യാമേറ്റുമായിട്ട് നമ്മുടെ X ക്രോമസോം ഉള്ള എഗ്ഗുമായിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടത്തുന്നതെങ്കിൽ അവര് XX പ്രൊഡ്യൂസ് ചെയ്യുകയും അതായത് നമ്മുടെ എക്സ് ബിയറിംഗ് ആയിട്ടുള്ള സ്പേം സെല്ല് എക്സ് ബിയറിംഗ് ആയിട്ടുള്ള എഗ്ഗുമായിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടത്തുന്നതെങ്കിൽ അവര് XX ഫീമെയിൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ഇനി ഒരു സെക്സ് ക്രോമസോം ഒന്നും ഇല്ലാത്ത സ്പേം നമ്മുടെ X ക്രോമസോം ഉള്ള എഗ്ഗുമായിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടത്തുന്നതെങ്കിൽ അവര് XO മെയിൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ XX XOയിൽ ഓർത്തു വെക്കേണ്ടത് ഗ്രാസ് ഹോപ്പർ ആണ് എക്സാമ്പിള്, മെയിലാണ് ഹെറ്ററോ ഗ്യാമറ്റിക് സെക്സ് എന്ന് പറയുന്നത്.
ഇനി നമ്മൾ അടുത്തൊരു സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം നോക്കുവാണെങ്കിൽ XX XY സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം. ഓക്കെ, നമുക്കറിയാം XX XY സെക്സ് ഡിറ്റർമിനേഷൻ കാണുന്നതിന് ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഹ്യൂമൻസ് തന്നെ. ഓക്കെ, ഇനി എന്താണ് മിക്ക സ്പീഷീസ് നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് മെയിൽസിലും ഫീമെയിൽസിലും എന്താണ് ഈക്വൽ നമ്പർ അല്ലെങ്കിൽ സെയിം നമ്പർ ഓഫ് ക്രോമസോംസ് ആണ് കാണുന്നത്. അതായത് നമ്മുടെ XX XYയിൽ നോക്കുമ്പോഴത്തേക്കിനും ഫീമെയിൽസ് XX രണ്ട് സെക്സ് ക്രോമസോം കാണുന്നുണ്ട്, മെയിൽസ് XY ആണെങ്കിലും രണ്ട് സെക്സ് ക്രോമസോം കാണുന്നുണ്ട്. ഓക്കെ, ഇനി ഫീമെയിൽസിന്റെ കേസ് നോക്കുമ്പോഴത്തേക്കിനും രണ്ട് എക്സ് ക്രോമസോം, മെയിലിന്റെ കേസിൽ ഒരു സിംഗിൾ എക്സ് ക്രോമസോം ആൻഡ് ഒരു സ്മോളർ സെക്സ് ക്രോമസോം ഉണ്ട്. ആ സ്മോളർ സെക്സ് ക്രോമസോമിനെ നമ്മൾ വൈ ക്രോമസോം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി വൈ ക്രോമസോം എന്ന് പറയുന്നത് അക്രോസെൻട്രിക് ആയിരിക്കും. ഇനി ഇവരുടെ കേസിൽ നമുക്കറിയാം മെയിൽസ് എന്ന് പറയുന്നത് ഹെട്രോഗാമറ്റിക് ആയിരിക്കും, ഫീമെയിൽസ് എന്ന് പറയുന്നതാണ് ഹോമോഗാമറ്റിക് എന്ന് പറയുന്നത്. ഇനി ആദ്യമേ നമ്മൾ പറഞ്ഞു ഹ്യൂമൻസ് ഒരു എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു. ഇനി ഹ്യൂമൻസ് അല്ലാതെ XXXY സെക്സ് ഡിറ്റർമിനേഷൻ കാണിക്കുന്ന ചില ഓർഗാനിസംസ് ആണ്. ചില പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട്, ഇൻസെക്ട്സ് കാണിക്കുന്നുണ്ട്, റെപ്റ്റൈൽസ് കാണിക്കുന്നുണ്ട്, ആൻഡ് ഓൾ മാമൽസ് XXXY സെക്സ് ഡിറ്റർമിനേഷൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഹ്യൂമൻസിന്റെ കേസിലും ഈ പറഞ്ഞ എല്ലാ ഓർഗാനിസത്തിന്റെ കേസിലും അവിടെ ഒരു സൈഗോട്ട് ഒരു ഓസ്പ്രിങ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കിന് ആ ഓസ്പ്രിങ്ങിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് മെയിൽ ഗാമേറ്റ്സ് ആയിരിക്കും. അടുത്ത ഒരു സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം ആണ് ZW സെക്സ് ഡിറ്റർമിനേഷൻ. ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിനകത്ത് XXXO ആണെങ്കിലും XXXY ആണെങ്കിലും അവരിൽ എന്തായിരുന്നു? ഫീമെയിൽ ഹോമോഗാമറ്റിക് സെക്സും മെയിൽ ഹെറ്ററോഗാമറ്റിക് സെക്സ് ആയിരുന്നു. പക്ഷേ ZW സെക്സ് ഡിറ്റർമിനേഷന്റെ കേസിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. അതിനകത്ത് ഫീമെയിൽസ് ഹെറ്ററോഗാമറ്റിക്കും മെയിൽസ് ഹോമോഗാമറ്റിക് ആണ്. ഓക്കെ, അപ്പം ZZ ആണ് എന്താണ് മെയിലും ZW ആണ് ഇവിടെ ഫീമെയിൽ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി മിയോസിസ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ മിയോസിസ് കഴിയുമ്പോഴത്തേക്കിനും ഫീമെയിൽസ് ZW ക്രോമസോംസ് ഉള്ള ഫീമെയിൽസിനകത്ത് ഹാഫ് എക്സെൽ എന്താണ് Z ക്രോമസോമിനെയും ഹാഫ് എക്സെല് W ക്രോമസോമിനെയും പൊസസ് ചെയ്യുന്നുണ്ട്. പക്ഷെ മെയിലിന്റെ കേസിലോ മിയോസിസ് കഴിയുമ്പോഴത്തേക്കിനും എല്ലാ സ്പേം സെല്ലും Z ക്രോമസോമിനെ മാത്രമായിരിക്കും പൊസസ് ചെയ്യുന്നത്. ഇനി ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഫ്യൂഷന്റെ സമയത്ത് നമ്മുടെ ഫീമെയിൽ നിന്നും Z ക്രോമസോം ഉള്ള എഗ്ഗും മെയിൽ നിന്നും Z ക്രോമസോം ഉള്ള സ്പേമും ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് മെയിലായിട്ട് മാറുകയും ഫീമെയിൽ നിന്നും W ക്രോമസോം ഉള്ള എഗ്ഗും മെയിൽ നിന്ന് Z ക്രോമസോം ഉള്ള സ്പേമും കൂടെ ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഫീമെയിൽ ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ZW സിസ്റ്റം കാണിക്കുന്ന ഓർഗാനിസത്തിന് എക്സാമ്പിൾ ആണ് ബേർഡ്സ് ഉണ്ട്, റെപ്റ്റൈൽസ് ഉണ്ട്, ബട്ടർഫ്ലൈസ് ഉണ്ട്, ചില ആംഫീബിയൻസ് ഉണ്ട്, ചില ഫിഷസ് ഉണ്ട്. ഓക്കെ, നമ്മൾ XXXY പറഞ്ഞപ്പോഴും റെപ്റ്റൈൽസ് പറഞ്ഞില്ലേ? അതെ, റെപ്റ്റൈൽസിനകത്ത് അതായത് ചില സ്പീഷീസ് എന്താണ് XXXY സെക്സ് ഡിറ്റർമിനേഷനും ചിലത് ZW സെക്സ് ഡിറ്റർമിനേഷനും ആണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ടൈപ്പ് സെക്സ് ഡിറ്റർമിനേഷൻ നോക്കുകയാണെങ്കിൽ ജീനിക് സെക്സ് ഡിറ്റർമിനേഷൻ. അപ്പം ജീനിക് സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുമ്പോൾ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം അവിടെ ജീനിക് സെക്സ് ഡിറ്റർമിനേഷനകത്ത് സെക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ജെനറ്റിക്കലി ആണ്. ഓക്കെ, അതായത് മെയിൽസിനകത്തും ഫീമെയിൽസിനകത്തും ക്രോമസോംസിനകത്ത് ഒരു ഡിഫറൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ സെക്സ് ജെനറ്റിക്കലി ഡിറ്റർമൈൻ ആണ്. ഇപ്പൊ ഡിഫറൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും അതെല്ലാം എന്താണ് ഓട്ടോസോംസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പം ജീനിക് സെക്സ് ഡിറ്റർമിനേഷൻ നടത്തുന്ന ഓർഗാനിസത്തിനകത്ത് സെക്സ് ക്രോമസോംസ് ആബ്സെന്റ് ആയിരിക്കും. അവരെങ്ങനെയാണ് ജെനറ്റിക്കലി ആണ് സെക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. മെയിൽ ആൻഡ് ഫീമെയിൽസിനകത്തുള്ള ക്രോമസോമിനകത്ത് ഡിഫറൻസ് ഒന്നും കാണുന്നില്ല. ഓക്കെ,
ഇനി ജീനിക് സെക്സ് ഡിറ്റർമിനേഷൻസ് കാണിക്കുന്നത് ചില പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട്, ചില ഫംഗസ് കാണിക്കുന്നുണ്ട്, പ്രോട്ടോസോവൻ കാണിക്കുന്നുണ്ട്, ഫിഷസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ്? ചില പ്ലാന്റ്സ്, ചില ഫംഗസ്, ചില പ്രോട്ടോസോവൻസ്, ചില ഫിഷസ് ഒക്കെ ജീനിക് സെക്സ് ഡിറ്റർമിനേഷൻ ആണ് കാണിക്കുന്നത്. ഇനി ജീനിക് സെക്സ് ഡിറ്റർമിനേഷന് അത് കണക്കാണ് ക്രോമസോമൽ സെക്സ് ഡിറ്റർമിനേഷൻ. ക്രോമസോമൽ സെക്സ് ഡിറ്റർമിനേഷനകത്താണ് നമ്മൾ 3 ടൈപ്പ് മെക്കാനിസം പറഞ്ഞത്. XX XO മെക്കാനിസം, XX XY സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം, ZZ ZW സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം. ഓക്കെ, അപ്പം ജീനിക് സെക്സ് ഡിറ്റർമിനേഷൻ ആണെങ്കിലും ക്രോമസോമൽ സെക്സ് ഡിറ്റർമിനേഷൻ ആണെങ്കിലും സെക്സ് കൺട്രോൾ ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ജീൻസ് ആണ്. ഓക്കെ, അപ്പൊ സെക്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ജീൻസ് ആണ്. ഇനി അടുത്തതാണ് എൻവയോൺമെന്റൽ സെക്സ് ഡിറ്റർമിനേഷൻ. അപ്പൊ എൻവയോൺമെന്റൽ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താ? ഒരു ഓർഗാനിസത്തിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന്റെ ആ ഒരു എന്താണ് കോൺട്രിബ്യൂഷൻ ആണ് എൻവയോൺമെന്റൽ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചില ഓർഗാനിസത്തിനകത്ത് അവരുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫുള്ളി അല്ലെങ്കിൽ പാർഷ്യലി എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. ഇനി അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇവിടെ നോക്കുന്നത് ഒരു മറീൻ മൊളസ്ക് ആയിട്ടുള്ള ക്രെപ്പിഡ്യുല ഫോണിക്കേറ്റ എന്ന് പറഞ്ഞിട്ടൊരു മറീൻ മൊളസ്ക്. ഈ ക്രെപ്പിഡ്യുല ഫോണിക്കേറ്റന്റെ കോമൺ നെയിം ആണ് സ്ലിപ്പർ ലിംബറ്റ് എന്ന് പറയുന്നത്. ഈ സ്ലിപ്പർ ലിംബറ്റിനകത്ത് അതിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പം സ്ലിപ്പർ ലിംബറ്റ് സാധാരണ നോർമലി കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇങ്ങനെ സ്റ്റോക്ക് കണക്കിന്, അതായത് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കുന്ന കണക്കാണ് കാണുന്നത്. ഇനി ഓരോ സ്ലിപ്പർ ലിംബറ്റും അവരുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്വിമ്മിങ് ലാർവയായിട്ടാണ്. ഓക്കെ, അപ്പം ഓരോ സ്ലിപ്പർ ലിംബറ്റും അവരുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്വിമ്മിങ് ലാർവയായിട്ടാണ്. ആദ്യം ഒരു ലാർവ, അതായത് ഫസ്റ്റ് ലാർവ വരുന്നു, അവരൊരു സോളിഡ് ഒക്യുപ്പൈഡ് സബ്സ്ട്രേറ്റിനകത്തോട്ട് സെറ്റിൽ ചെയ്യുന്നുണ്ട്. അവരെന്താണ്? ഫീമെയിൽ ലിംബറ്റ് ആയിട്ട് മാറും. ഓക്കെ, ഇനിഷ്യലി സ്വിമ്മിങ് ലാർവയാണ്. ഫസ്റ്റ് ലാർവ വരുന്നു, ഒരു സോളിഡ് അൺഒക്യുപ്പൈഡ് സബ്സ്ട്രേറ്റിനകത്ത് സെറ്റിൽ ചെയ്യുന്നു, അത് ഫീമെയിൽ ലിംബറ്റ് ആയിട്ട് മാറുന്നു. ഈ ഫീമെയിൽ ലിംബറ്റ് ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ കെമിക്കൽസ് എന്താണ്? മറ്റ് ലാർവേനെ അട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ ആ ലാർവ വന്നിട്ട് ഈ ഫീമെയിൽ ലിംബറ്റിന്റെ മുകളിൽ വന്ന് സെറ്റിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫീമെയിൽ ലിംബറ്റിന്റെ മുകളിൽ വന്ന് സെറ്റിൽ ചെയ്ത ലാർവ മെയിൽ ലിംബറ്റ് ആയിട്ട് മാറുന്നു. അങ്ങനെ ഇവരെന്താ? ഇവർ തമ്മിൽ മേറ്റ് ചെയ്യുകയും അതിനുശേഷം മുകളിലിരിക്കുന്ന നമ്മുടെ മെയിൽ ലിംബറ്റ് ഉണ്ടല്ലോ, ഈ മെയിൽ ലിംബറ്റ് ഫീമെയിൽ ആയിട്ട് മാറുകയും ഫീമെയിൽ വീണ്ടും മുകളിലിരുന്ന മെയിൽ ഫീമെയിൽ ആയിട്ട് മാറുകയും ആ ഫീമെയിൽ കെമിക്കലിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ആ കെമിക്കൽ മറ്റു ലാർവേനെ അട്രാക്ട് ചെയ്യുകയും മൂന്നാമതൊരു ലാർവ വന്ന് ഈ രണ്ടാമത്തെ ലാർവേന്റെ മുകളിലിരിക്കുകയും ഇപ്പൊ മൂന്നാമത് വന്ന ലാർവ മെയിലായിട്ട് മാറുകയും എന്നിട്ട് രണ്ടാമതിരിക്കുന്ന ഫീമെയിൽ ലാർവയുമായിട്ട് കോപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഇവർ തമ്മിൽ മേറ്റ് ചെയ്തതിനു ശേഷം ഈ മുകളിലിരിക്കുന്ന, അതായത് ഇപ്പൊ നിലവിൽ മെയിലായിട്ടിരിക്കുന്ന ലാർവ ഫീമെയിൽ ആയിട്ട് മാറുകയും പിന്നെന്താണ്? അവര് കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ബാക്കി ലാർവീസിനെ അട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ക്രെപ്പിഡുല ഫോണിക്കേറ്റ അല്ലെങ്കിൽ സ്ലിപ്പർ ലിംബറ്റിന്റെ കേസിൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ്? ഇവിടുത്തെ ലാർവ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിഷ്യലി ഫ്രീ സ്വിമ്മിങ് ലാർവയാണ്. പിന്നെ അവര് സോളിഡ് അൺഒക്യുപ്പൈഡ് സബ്സ്ട്രേറ്റിൽ വന്ന് സെറ്റിൽ ചെയ്യുന്നു, അത് ഫീമെയിൽ ആയിട്ട് മാറുന്നു, കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ കെമിക്കൽ മറ്റു ലാർവേനെ അട്രാക്ട് ചെയ്യുന്നു, ഒരു ലാർവ വന്നിട്ട് ഇപ്പൊ ഫീമെയിൽ ആയിട്ടിരിക്കുന്ന ആ ഒരു ലിംബറ്റിന്റെ മുകളിൽ വന്ന് സെറ്റിൽ ചെയ്യുന്നു, അത് മെയിലായിട്ട് മാറുന്നു, താഴെയുള്ള ലാർവയ്ക്ക് ഒരു മേറ്റ് ആയിട്ട് അത് ആക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ മുകളിൽ നിലവിൽ മെയിലായിട്ടിരിക്കുന്ന ലാർവ ഫീമെയിൽ ആയിട്ട് മാറുന്നു, അത് വീണ്ടും കെമിക്കലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ കെമിക്കൽസ് വഴി മറ്റു ലാർവ ഇതിൽ വന്ന് സെറ്റിൽ ഡൗൺ ചെയ്യുന്നു. അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്താണ് പോകുന്നത്. അപ്പം ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യാത്ത പക്ഷം ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ലാർവ എന്ന് പറയുന്നത് മെയിൽ ലാർവ ആയിരിക്കും. ഓക്കെ, ഇതാ നോക്കിക്കേ, ഇതാണ് നമ്മുടെ
ക്രെപ്പിഡുല ഫോണിക്കേറ്റേന്റെ ആ ഒരു പിക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റത്തെ പിക്ചർ നോക്കിക്കേ. ആദ്യം നമ്മുടെ ഒരു ലാർവ, ഫ്രീ സ്വിമ്മിങ് ലാർവ വരുന്നു. അതൊരു സോളിഡ് ആയിട്ടുള്ള ഒരു സബ്സ്ട്രേറ്റിൽ വന്ന് സെറ്റിൽ ചെയ്യുന്നു. അത് ഫീമെയിൽ ആകുന്നു. ആ ഫീമെയില് കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഫീമെയിൽ കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ബാക്കി ലാർവിനെ അട്രാക്ട് ചെയ്യുന്നു. എന്താ നോക്കിക്കേ, താഴെ ഇരിക്കുന്നത് ഫീമെയിൽ ആണ്. ഇവിടെ താഴെ ഇരിക്കുന്നത് ഫീമെയിൽ ആണ്. അത് എന്നിട്ട് എന്താണ്, കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, മറ്റ് ലാർവേനെ അട്രാക്ട് ചെയ്യുന്നു. അത് വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നു. ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ലാർവ എന്താണ്, മെയിലായിട്ട് മാറുന്നു. ഇനി അതിനുശേഷം ഈ മെയിൽ ലാർവ എന്താണ്, വീണ്ടും ഫീമെയിൽ ലാർവയായിട്ട് മാറുന്നു. ഫീമെയിൽ ലാർവ കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, മറ്റു ലാർവേനെ അട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ 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 എന്താണ്, കണ്ടിന്യൂ ചെയ്തു പോകുന്നു. അപ്പൊ അതാ നോക്കിക്കേ, ഏറ്റവും മുകളിലിരിക്കുന്ന ലാർവകൾ, ഈ മുകളിലിരിക്കുന്ന ലാർവകൾ എന്ന് പറയുന്നത് എന്താണ്, മെയിൽ ലാർവകളാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും മുകളിൽ കാണുന്നത് മെയിൽ ലാർവകൾ ആയിരിക്കും. അപ്പർ മോസ്റ്റ് അനിമൽസ് ആർ ഓൾവേസ് മെയിൽ. ഓക്കെ, ഈ ഒരു സെക്ഷൽ ഡെവലപ്മെന്റിനെയാണ് നമ്മൾ സീക്വൻഷ്യൽ ഹെർമാഫ്രോഡിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഹെർമാഫ്രോഡിസം എന്താണെന്ന് പറഞ്ഞായിരുന്നു. എന്താണ് ഹെർമാഫ്രോഡിസം? ഹെർമാഫ്രോഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഓർഗാനിസത്തിനകത്ത് മെയിലും ഫീമെയിലും കാണുന്നതിനെയാണ് നമ്മൾ ഹെർമാഫ്രോഡിസം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സീക്വൻഷ്യൽ ഹെർമാഫ്രോഡിസം? സീക്വൻഷ്യൽ ഹെർമാഫ്രോഡിസം എന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം അത് മെയിൽ ആയിരിക്കും, ആദ്യം അത് ഫീമെയിൽ ആകുന്നു, പിന്നെ അത് അട്രാക്ട് ചെയ്യുന്നു, മെയില് വരുന്നു, ആ മെയില് വീണ്ടും ഫീമെയിൽ ആയിട്ട് മാറുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ സീക്വൻഷ്യൽ ഹെർമാഫ്രോഡിസം എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിയേ, സീക്വൻഷ്യൽ ഹെർമാഫ്രോഡിസം എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിനും മെയിലും ഫീമെയിലും ആകാൻ പറ്റും. പക്ഷേങ്കില് സെയിം ടൈം അതെന്താ, ഒന്നുകിൽ മെയിൽ ആയിരിക്കും അല്ലെങ്കിൽ ഫീമെയിൽ ആയിരിക്കും. അതുകൊണ്ടാണ് സീക്വൻഷ്യൽ ഹെർമാഫ്രോഡിസം എന്ന് പറഞ്ഞത്. നമ്മളൊരു ജനറലി ഹെർമാഫ്രോഡിസം എന്ന് പറയുമ്പോഴത്തേക്കിനും സെയിം ടൈം തന്നെ അതിനെന്താ, ഫീമെയിൽ ആയിട്ടും മെയിൽ ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ആ മെക്കാനിസത്തിന്റെ എല്ലാത്തിന്റെയും കൂടി ഒരു കൺക്ലൂഷൻ ആണ് ഈ ഒരു സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നോക്കിക്കേ, XX XO എന്ന് പറയുമ്പോഴത്തേക്കിനും അവിടെ ഫീമെയിൽസ് ഹോമോഗ്യാമറ്റിക് സെക്സ് ആണ്. മെയിൽസിനകത്ത് ആകെ ഒരു ക്രോമസോം മാത്രമാണ് കാണുന്നത്. ഇവിടെ ഹെട്രോഗ്യാമറ്റിക് സെക്സ് മെയിലാണ്. എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കിനും ഗ്രാസ് ഹോപ്പറും മറ്റ് ചില ഇൻസെക്റ്റും. ഇനി XY എന്ന് പറയുമ്പോഴത്തേക്കിനും ഫീമെയിൽ XX ആണ്, ഹോമോഗ്യാമറ്റിക് സെക്സ് ആണ്. മെയിൽ ഹെട്രോഗ്യാമറ്റിക് സെക്സ് ആണ്, XY ആണ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻസെക്റ്റ്, ഫിഷസ്, ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, ഓൾ മാമൽസ് ഒക്കെ വരുന്നുണ്ട്. ഇനി അടുത്തൊരു മെക്കാനിസം ആണ് ZW എന്ന് പറയുന്നത്. ഇവിടെ ഫീമെയിൽസ് ഹോമോഗ്യാമറ്റിക് ആണ്, ഫീമെയിൽസ് ഹെട്രോഗ്യാമറ്റിക് ആണ്, മെയിൽസ് ആണ് ഹോമോഗ്യാമറ്റിക് ZZ എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾ ബട്ടർഫ്ലൈസ്, ബേർഡ്സ്, സം റെപ്റ്റൈൽസ് ആൻഡ് ആംഫിബിയൻസ്. അടുത്തൊരു ടൈപ്പ് ആണ് ജീനിക് സെക്സ് ഡിറ്റർമിനേഷൻ. ജീനിക് സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും ഓർഗാനിസത്തിനകത്ത് സെക്സ് ക്രോമസോം ഇല്ലാത്ത ഓർഗാനിസത്തിനകത്ത് അവരുടെ സെക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ജനറ്റിക്കലി ആയിരിക്കും. ഓക്കെ, അങ്ങനെ ജനറ്റിക്കലി സെക്സ് ഡിറ്റർമിനേഷൻ നടത്തുന്ന ഓർഗാനിസത്തില് ജീനിക് സെക്സ് ഡിറ്റർമിനേഷൻ ആയിരിക്കും മെക്കാനിസം. ഇനി ഇവരുടെ കേസിൽ ഹെട്രോഗ്യാമറ്റിക് സെക്സ് നമുക്ക് പറയാൻ പറ്റില്ല, അത് വേരി ചെയ്തിരിക്കും. എക്സാമ്പിൾ പറയുമ്പോഴത്തേക്കും സം പ്ലാന്റ്സ്, ഫംജൈ, പ്രോട്ടോസോവൻസ്, ഫിഷസ്. ആൻഡ് ലാസ്റ്റ് വൺ ആണ് എൻവയോൺമെന്റൽ സെക്സ് ഡിറ്റർമിനേഷൻ. എൻവയോൺമെന്റൽ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇവരുടെ ഒരു കേസിൽ നമുക്ക് ഹെട്രോഗ്യാമറ്റിക് സെക്സിന്റെ കേസ് പറയാൻ പറ്റില്ല. എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻവെർട്ടിബ്രേറ്റ്സ്, ചില ഇൻവെർട്ടിബ്രേറ്റ്സ് വരുന്നുണ്ട്, അലിഗേറ്റേഴ്സ് ഉണ്ട്, ടേർട്ടിൽ ഉണ്ട്. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ എന്തായിരുന്നു, ഒരു മറൈൻ മൊളസ്ക്, ക്രെപ്പിഡുല ഫോണിക്കേറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു മറൈൻ മൊളസ്കിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ എൻവയോൺമെന്റൽ സെക്സ് ഡിറ്റർമിനേഷനകത്ത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് സെക്സ് ഡിറ്റർമിനേഷൻ ആൻഡ് സെക്സ് ലിങ്ക്ഡ് ക്യാരക്ടറിസ്റ്റിക്കിനകത്ത് സെക്സ് ഡിറ്റർമിനേഷൻ ആണ് പറഞ്ഞത്. സെക്സ് ഡിറ്റർമിനേഷൻ തന്നെ ക്രോമസോമൽ സെക്സ് ഡിറ്റർമിനേഷൻ ഉണ്ട്, അതേ കണക്ക് തന്നെ എന്താണ് ജീനിക് സെക്സ് ഡിറ്റർമിനേഷൻ ഉണ്ട്,
എൻവിയോൺമെന്റൽ സെക്സ് ഡിറ്റർമിനേഷൻ ഉണ്ട്. ഓരോന്നും നമ്മൾ പറഞ്ഞു, ഓരോന്നിനകത്തും ഹെട്രോഗാമറ്റിക് സെക്സ് എന്താണെന്ന് പറഞ്ഞു, അതിനകത്ത് ഓരോ മെക്കാനിസം എന്താണെന്ന് പറഞ്ഞു, അതിന്റെ എക്സാമ്പിൾ പറഞ്ഞു. ഇത്രയുമാണ് നമ്മൾ മെയിൻ ആയിട്ടും പറഞ്ഞത്. ഓക്കെ, താങ്ക് യു എവ്രിവൺ.